കുല്ല ദാബത്തിൻ മിൻ മാ. എല്ലാ ജീവജാലങ്ങളെയും അല്ലാഹു തആല വെള്ളത്തിൽ നിന്നാണ് പടച്ചത്. ആ പടച്ച ജീവികളിലുണ്ട് ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി, അവയിൽ ചില ജീവികളുണ്ട് വയറിന്മേൽ നടക്കുന്നവയുണ്ട്. അതൊന്നും നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല കേട്ടോ. അല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ, അവിടെ നമ്മൾ നിന്നിട്ടുള്ളൂ. ഇനി റെപ്റ്റൈൽസിനെ കുറിച്ച് പറയാനുണ്ട്. 2 കാലുള്ള ജീവികളും 4 കാലുള്ള ജീവികളും അതിലേറെ അല്ലാഹു കൈകാലുകൾ കൊടുത്തതിന്റെ ഒരുപിടി രഹസ്യങ്ങളും ഒരുപിടി അത്ഭുതങ്ങൾ അല്ലാഹു പടച്ച ജീവജാലങ്ങൾ ഒക്കെ നമ്മുടെ ചർച്ചയുടെ ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വമിൻഹും മൻ യംശി അലാ റിജ്ലൈൻ, അല്ലാഹു പടച്ചവയിൽ 2 കാലിൽ നടക്കുന്നവയുണ്ട്. വമിൻഹും മൻ യംശി അലാ അർബഇൻ, 4 കാലിൽ നടക്കുന്നവയുണ്ട്. മശി എന്ന് പറഞ്ഞാൽ നടക്കാൻ നമുക്ക് തോന്നുക, പക്ഷെ മൂവ് ചെയ്യാൻ അത്തനഖുലു മിൻ മകാനിൻ ഇലാ മകാനിൻ, ഒരാവശ്യത്തിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിന് മൂവ് ചെയ്യാനാ മശി എന്ന് പറയാ. കാരണം കാലില്ലാത്ത ജീവിയെ പറ്റി പറഞ്ഞപ്പോ അല്ലാഹു യംശി അലാ ബത്നിഹി എന്നാ പറഞ്ഞത്. വയറിന്മേൽ നടക്കാൻ, കാലുണ്ടല്ലേ നടക്കുക എന്ന് തോന്നുന്നു. മശ എന്ന അറബി വാക്കിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. മശ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുക എന്നേ വാക്കിന് അർത്ഥമുള്ളൂ. നമ്മൾ മൂവ് ചെയ്യുന്നത് കാലുകൊണ്ടായി പോയി എന്ന് മാത്രം. വയറുകൊണ്ടും അവ മൂവ് ചെയ്യുകയാണ്. വമിൻഹും മൻ യംശി അലാ അർബഇൻ യഖ്ലുഖുല്ലാഹു മാ യശാ, അല്ലാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അതൊക്കെ അല്ലാഹു പടക്കും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും അത്യധികം കഴിവുള്ളവൻ തന്നെയാണ്. സുബ്ഹാനക യാ റബ്ബ്, സുബ്ഹാനക യാ റബ്ബ്, സുബ്ഹാനക യാ റബ്ബ്. അല്ലാഹുവേ നിന്റെ ദൃഷ്ടാന്തങ്ങൾ അത് അറിയുകയും കേൾക്കുകയും ചെയ്ത് ഞങ്ങളുടെ ഈമാനെ വർദ്ധിപ്പിക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുഷിച്ച ചിന്തകളിൽ നിന്ന് മോചനം കിട്ടാൻ അല്ലാഹു തആല അവരെ നമ്മളെയൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദുഷിച്ച ചിന്തകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, അതിന് സഹായകമായിട്ട് ചെയ്യേണ്ട വിഷയം, നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമാണ് നമ്മുടെ ചിന്തയായിട്ട് വരുന്നത്. ആദ്യം നമ്മുടെ കണ്ണ് കൺട്രോൾ ചെയ്യണം. നമ്മള് പാട്ടും സിനിമയും അതും ഇതൊക്കെ കേട്ട് കണ്ടൊക്കെ നടന്നാൽ ഈ ശൈത്താനിയായ മെന്റൽ പിക്ചർ നമ്മുടെ തലച്ചോറിൽ കിടക്കുകയാണ്. അതേറ്റ നമ്മൾ അങ്ങനെ നടക്കുന്നത്. നമ്മൾ പോകുന്നിടത്ത് ആ കഥ ഓർമ്മ വരും, അതിന്റെ ഇതിവൃത്തം ഓർമ്മ വരും, അതിന്റെ നായകന്മാർ, കളിയാണെങ്കിൽ അതിന്റെ ബാറ്റ്സ്മാൻമാർ, ബൗളർമാർ, കീപ്പർമാര്, ഇതൊക്കെ ഇതൊക്കെ ശൈത്താനിയത്താണ്. അല്ലാഹുവിൽ നിന്ന് അകറ്റുന്നതൊക്കെ ശൈത്താനിയത്താണ്. അപ്പൊ നമ്മുടെ ചിന്തകൾ അത് ബാധിക്കും. അതുകൊണ്ട് അത് സഹായിക്കാൻ നമ്മുടെ കണ്ണും കാതും നന്നായിട്ട് സൂക്ഷിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പിന്നെ ദുഷിച്ച ചിന്തകളെന്ന് മനസ്സ് മാറ്റാനുള്ള ഒരു ദിക്ർ പറഞ്ഞറിയാം. അത് ഏറ്റവും കൂടുതൽ പിശാചിൽ നിന്ന് എന്തെങ്കിലും ഒരു തോന്നൽ വന്നാൽ തദക്കറു, അവർക്ക് അല്ലാഹുവിനെ ഓർമ്മ വരും, ദിക്ർ ചൊല്ലും എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ അല്ലാഹു തആല പറഞ്ഞൊരു ദിക്ർ നമ്മൾ ഇൻഷാ അല്ലാഹ് ദിക്റിന്റെ കിതാബ് അടുത്ത ആഴ്ച വരുമ്പോൾ ഇൻഷാ അല്ലാഹ് അത് ഉണ്ടാകും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്വീനി വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. അതാണ് ദുഷിച്ച ചിന്ത വരാതിരിക്കാനുള്ള ഒരു ദിക്ർ. അതാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്ന് ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്വീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. അതൊരു ആയത്താണ്, സൂറത്തുൽ ഫുർഖാനിലാണ് തോന്നുന്നത്. ആ ആയത്താണ്. അഊദു ബില്ലാഹി മിൻ ഹംസിഹി വലംസിഹി എന്നൊക്കെ പറഞ്ഞൊക്കെ ദിക്റുണ്ട്. ഇതാണ് അതിന് ഉദ്ദേശം. ഇൻഷാ അല്ലാഹ് നമ്മൾ നിർത്തുകയാണ്. അൽഹംദുലില്ലാഹി.